ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സാം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പോയാണ്. എഴുതിയിരിക്കുന്നത് H.W. ലോങ്ഫെല്ലോ ആണ്. പുള്ളി അമേരിക്കയുടെ 19th സെഞ്ച്വറി പോയറ്റിൽ ഒരാളായിരുന്നു. ലോങ്ഫെല്ലോ എപ്പോഴും ഹ്യൂമൻ സ്ട്രെങ്ത്തിനെ കുറിച്ചും മൊറാലിറ്റിനെ കുറിച്ചും പാസേജ് ഓഫ് ടൈമിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരുന്നത്. സാം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പുള്ളിയുടെ ഫൈനസ്റ്റ് വർക്കാണ്. ആളുടെ ഫസ്റ്റ് വൈഫ് പെട്ടെന്ന് മരിച്ചുപോയി. അതോടെ ആൾ ഡിപ്രഷനിലേക്ക് വീണു. ഈ പോയം എന്ന് പറയുന്നത് അയാളുടെ ഒരു അറ്റംപ്റ്റ് ആണ് ഹോപ്പിലേക്ക്, ഡിസ്പെയറിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് തിരിച്ച് ഹോപ്പിലേക്ക് വരാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് ഈ പോയം കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പുള്ളിയുടെ ഫ്രണ്ട് കൊർണേലിയസ് കോൾവേ ഫെൽട്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫസറാണ് ഗ്രീക്ക് ലിറ്ററേച്ചറിന്റെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. പുള്ളി ഭയങ്കരമായിട്ട് ഈ H.W. ലോങ്ഫെല്ലോനെ ഹെൽപ്പ് ചെയ്തു, ഇൻസ്പയർ ചെയ്തു ഡിപ്രഷനിൽ നിന്ന് ഇറങ്ങി ഈ പോയം എഴുതാൻ വേണ്ടി. ഈ പോയം എന്ന് പറയുന്നത് ഒരു പേർപ്പസും കറേജും ഡിറ്റർമിനേഷനും ഒക്കെ തരുന്നൊരു പോയാണ്. ദിസ് പോയം റിജക്ട്സ് ഡിസ്പെയർ ആൻഡ് പാസിവിറ്റി. അതായത് നമുക്ക് ലൈഫിൽ ടെൻഷൻസ് വരും, അപ്പോഴൊന്നും ഡിപ്രഷനിൽ വീഴാണ്ട് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് സന്തോഷത്തോടെ ഹോപ്പോടെ മുന്നോട്ട് പോകൂ എന്നാണ് ഈ പോയത്തിൽ കൂടെ H.W. ലോങ്ഫെല്ലോ പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പോയം വായിക്കാൻ. എ സാം ഓഫ് ലൈഫ് ബൈ ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെല്ലോ. ടെൽ മീ നോട്ട് ഇൻ മോൺഫുൾ നമ്പേഴ്സ് ലൈഫ് ഇസ് ബട്ട് എൻ എംപ്റ്റി ഡ്രീം. അതായത് പെസിമിസ്റ്റുകളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള പോയംസ് എഴുതി ലൈഫ് ഒരു എംപ്റ്റി ഡ്രീമാണ്, ഒന്നിനും കൊള്ളില്ല എന്നൊന്നും പറയണ്ട. ഫോർ ദ സോൾ ഇസ് ഡെഡ് ദാറ്റ് സ്ലംബേഴ്സ് ആൻഡ് തിങ്സ് ആർ നോട്ട് വാട്ട് ദേ സീം. അതായത് ഒരു മനുഷ്യൻ ആക്റ്റീവ് അല്ലാണ്ട് വെറുതെ കിടന്ന് ഉറങ്ങിയാൽ അയാളുടെ ലൈഫ് ഒന്നിനും കൊള്ളാത്ത ലൈഫാണ്. സോള് ഡെഡ് ആയിപ്പോവും. ആൻഡ് തിങ്സ് ആർ നോട്ട് വാട്ട് ദേ സീം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പല കാര്യങ്ങളും. ലൈഫ് ഇസ് റിയൽ, ലൈഫ് ഇസ് ഏർണസ്റ്റ്. ലൈഫ് ഭയങ്കര റിയൽ ആണ്. ആൻഡ് ദ ഗ്രേവ് ഇസ് നോട്ട് ഇറ്റ്സ് ഗോൾ. അതായത് ഒരു ദിവസം നമ്മൾ മരിക്കും എന്ന് വിചാരിച്ചിട്ട് അതുപോലെയുള്ള ജീവിതം നമ്മൾ ജീവിക്കരുത്. ഡസ്റ്റ് ദൗ ആർട്ട് ടു ഡസ്റ്റ് റിട്ടേണിസ്റ്റ് വാസ് നോട്ട് സ്പോക്കൺ ഓഫ് ദ സോൾ. അതായത് ഇത് ബൈബിളിലെ ഒരു വാക്കാണ്, ബൈബിൾ വചനമാണ്. നമ്മൾ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ തിരിച്ചു പോകും. അത് പക്ഷേ ബോഡീനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, സോളിനെ കുറിച്ചല്ല എന്നാണ് പോയിട്ട് പറയുന്നത്. അതായത് ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോളിനെ കുറിച്ചാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. നോട്ട് എൻജോയ്മെന്റ് ആൻഡ് നോട്ട് സോറോ ഇസ് ആർ ഡെസ്റ്റിൻഡ് എൻഡ് ഓഫ് വേ. അതായത് ലൈഫ് എന്ന് പറയുന്നത് കുറെ എൻജോയ്മെന്റ് അല്ലെങ്കിൽ കുറെ സോറോ അങ്ങനെയല്ല. ബട്ട് ടു ആക്ട് ദാറ്റ് ഈസ് ടുമോറോ ഫൈൻഡ് us ഫർദർ ദാൻ ടുഡേ. ഇന്നത്തെക്കാളും നാളെ നന്നാക്കണം എന്ന് വിചാരിച്ചിട്ട് വേണം ജീവിക്കാൻ. ആർട്ട് ഇസ് ലോങ് ആൻഡ് ടൈം ഇസ് ഫ്ലീറ്റിംഗ്. ആർട്ട് ഇസ് ലോങ് എന്ന് പറഞ്ഞാൽ ആർട്ട് കുറേ കാലം നിലനിൽക്കും. ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രിയേറ്റർ മരിച്ചാലും ക്രിയേഷൻ അവിടെ തന്നെ ഉണ്ടാവും. അതാണ് ആർട്ട് ഇസ് ലോങ് എന്ന് പറയുന്നത്. ടൈം ഇസ് ഫ്ലീറ്റിംഗ്, ടൈം കുറച്ചേ ഉള്ളൂ. ആൻഡ് our hearts though stout and brave. അതായത് നമ്മൾ എത്ര ബ്രേവ് ആണെങ്കിലും സ്റ്റൗട്ട് ആണെങ്കിലും സ്റ്റിൽ ലൈക്ക് മഫിൾ ഡ്രംസ് ആർ ബീറ്റിംഗ്. മഫിൾ ഡ്രംസ് എന്ന് പറഞ്ഞാൽ ഡ്രംസിന്റെ മീതെ തുണി വെച്ച് കെട്ടും, എന്നിട്ട് അത് പെർഫെക്റ്റ് ആക്കും ഒരു ഫ്യൂണറലിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ. അതാണ് മഫിൾ ഡ്രംസ്. ഈ മഫിൾ ഡ്രംസ് ആർ ബീറ്റിംഗ് ഫ്യൂണറൽ മാർച്ചസ് ടു ദ ഗ്രേവ്. മഫിൾ ഡ്രംസ് ഫ്യൂണറൽ മാർച്ചിന് മുന്നോട്ട് പോണ പോലെയാണ് നമ്മൾ എത്ര ബ്രേവ് ആണെങ്കിലും ഓരോ ദിവസവും മരണത്തിലേക്ക് അടുക്കുന്നത്. ഇൻ ദ വേൾഡ്സ് ബ്രോഡ് ഫീൽഡ് ഓഫ് ബാറ്റിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വേൾഡിൽ ഒരു ബാറ്റിൽ ഗ്രൗണ്ടാണ് ഈ ഒരു വേൾഡ്, യുദ്ധക്കളമാണ്. ഇൻ ദ ബിവോക്ക് ഓഫ് ലൈഫ്, ലൈഫ് ടെമ്പററി ആണ്. ബി നോട്ട് ലൈക്ക് ഡം ഡ്രിവൺ കാറ്റിൽ. അതായത് ഒന്നിനും കൊള്ളാത്ത, ഒന്നും ചെയ്യാത്ത ഡംബായിട്ടുള്ള ബാക്കിയുള്ളവർ കൺട്രോൾ ചെയ്യുന്ന കാറ്റിൽ, പശുക്കളെ പോലെ ആവരുത്. ബി എ ഹീറോ ഇൻ ദ സ്ട്രൈഫ്. ഒരു ഹീറോ ആയിട്ട് വേണം ഈ ലൈഫിന്റെ യുദ്ധകളത്തിൽ നമ്മൾ ജീവിക്കാൻ. ട്രസ്റ്റ് നോ ഫ്യൂച്ചർ however pleasant. ഫ്യൂച്ചറിനെ നമ്മൾ ഒരിക്കലും റിലൈ ചെയ്യരുത് ഭയങ്കര പ്ലസന്റ് ആണെന്നൊക്കെ വിചാരിച്ചിട്ട്. ലെറ്റ് ദ ഡെഡ് പാസ്റ്റ് ബറി ഇറ്റ്സ് ഡെഡ്. ഇതും ബൈബിൾ വചനം തന്നെയാണ്. അതായത് മരിച്ചവരെ അടക്കട്ടെ എന്ന്. അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. പാസ്റ്റിനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പാസ്റ്റിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടാവും, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഫ്യൂച്ചറിനെ കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ആക്ട് ഇൻ ദ ലിവിങ് പ്രസന്റ്. ഇപ്പോഴത്തെ പ്രസന്റ്, കാർപേഡിയം എന്നാണ് ഉദ്ദേശിക്കുന്നത് റൈറ്റർ. കാർപേഡിയം എന്ന് പറഞ്ഞാൽ സീസ് ദ മൂമെന്റ്, ഈ ഒരു നിമിഷത്തേക്കുള്ള ജീവിതം. ഹാർട്ട് വിതിൻ ആൻഡ് ഗോഡ് ഓവർ ഹെഡ്. അതായത് ഹാർട്ട് അറ്റ് ദ റൈറ്റ് പ്ലേസ് ആയിരിക്കണം. നല്ലപോലെ ജീവിക്കുക, ദൈവത്തിന് റിലൈ ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കുക. ലൈഫ്സ് ഓഫ് ഗ്രേറ്റ് മെൻ ഓൾ റിമൈൻഡേഴ്സ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. വി ക്യാൻ മേക്ക് അവർ ലൈഫ് സബ്ലൈം. നമുക്ക് നമ്മുടെ ലൈഫ് നോബിൾ ആക്കാൻ പറ്റും. ആൻഡ് ഡിപ്പാർട്ടിങ് ലീവ് ബിഹൈൻഡ് us. മരിച്ചുപോയ ആൾക്കാർ. ഫുട് പ്രിന്റ്സ് ഓൺ ദ സാൻഡ്സ് ഓഫ് ടൈം. അവർ പോകുന്നതിന് മുമ്പ് അവരുടെ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു ഓറ ലീവ് ചെയ്തിട്ടാണ് പോകുന്നത്. ഫുട് പ്രിന്റ്സ് ദാറ്റ് പെർഹാപ്സ് അനദർ സെയിലിംഗ് ഓവർ ലൈഫ് സോളം മെയിൻ. സോളം മെയിൻ എന്ന് പറഞ്ഞാൽ ഓഷ്യൻ എന്നാണ് അർത്ഥം. അതായത് ഈ ഗ്രേറ്റ് ആൾക്കാരുടെ ഫുട് പ്രിന്റ്സ്. ഫോർലോൺ ആൻഡ് ഷിപ്പ് ട്രെക്ക് ബ്രദർ. അതായത് പലരും
കടലിൽ ഒറ്റയ്ക്കായ പോലെ ആയിരിക്കും, ജീവിതത്തിൽ ഒറ്റയ്ക്കായിരിക്കും. അതുപോലെ തന്നെ ഷിപ്പ്റെക്ട്, തകർന്നടിഞ്ഞ ആൾക്കാരായിരിക്കും. അവർ ഈ ഗ്രേറ്റ് മെൻ്റെ ഈ ഒരു സിഗ്നേച്ചർ കാണുമ്പോൾ ഷാൽ ടേക്ക് ഹാർട്ട് അഗൈൻ, വീണ്ടും അവർക്ക് ഹോപ്പ് വരും, വീണ്ടും അവർ ജീവിക്കും. ലെറ്റ് us then be up and doing, അപ്പോൾ ഉയർത്തെഴുന്നേക്കൂ, നന്നായിട്ട് ജീവിക്കൂ. വിത്ത് ഹാർട്ട് ഫോർ എനി ഫേറ്റ്, ഏതൊരു ജീവിതം ഫേസ് ചെയ്യാനുള്ള ഹാർട്ടായിട്ട്. സ്റ്റിൽ അച്ചീവിങ്, അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കുക. സ്റ്റിൽ പെർസ്യൂയിങ്, പുറകെ പോയിക്കൊണ്ടേയിരിക്കുക. ലേൺ ടു ലേബർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക. ആൻഡ് ടു വെയിറ്റ്, പേഷ്യൻസ് ഉണ്ടാവണം. അപ്പോഴാണ് ലൈഫ് പെർഫെക്റ്റ് ആവുക, സാറ്റിസ്ഫൈങ് ആവുക, ബാക്കിയുള്ളവർക്ക് നമ്മളൊരു ഇൻസ്പിറേഷൻ ആവണം. സാം ഓഫ് ലൈഫിൽ കൂടെ റൈറ്റർ ഉദ്ദേശിക്കുന്നത് നമ്മൾ മെൻ്റലിയും ഇമോഷണലിയും റെഡി ആയിരിക്കണം. ലൈഫ് പലതും നമുക്കെതിരെ നീട്ടും, പക്ഷെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. പെസിമിസ്റ്റിക് ആയിട്ടും സാഡായിട്ടും ലൈഫ് ഒന്നിനും കൊള്ളില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര വർത്ത് ആണെന്ന് റൈറ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് ഇതിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. What does the speaker reject in the opening lines of the poem? Dreams of ambition, pursuit of happiness, material wealth, the idea that life is an empty dream. Definitely the idea that life is an empty dream. According to the speaker, what is the ultimate goal of life? Accumulating wealth, avoiding sorrow, seeking enjoyment, taking action and improving each day. Definitely taking action and improving each day. The line, lives of great men all remind us, encourages us to dash, follow tradition strictly, avoid challenges in life, seek personal glory, live a life that leaves a lasting impact. Definitely live a life that leaves a lasting impact. What does the phrase footprints on the sands of time symbolize? Temporary success, fragile human existence, unchangeable history, legacy and inspiration for future generations? Definitely legacy and inspiration for future generations. What does the speaker mean by the line act in the living present? Act in the living present എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. Focus on past mistakes, hope for a better future, reflect on life's uncertainty, take meaningful actions in the present moment. Definitely take meaningful actions in the present moment. Listening exercise 1, audio clip 16. Interviewer: Hello, this is Ms. Lakshmi from ABS Marketing Solutions. Am I speaking to Mr. Arun Thomas? ഇതൊരു ടെലിഫോൺ കൺവെർസേഷൻ ആണ്. Candidate: Good morning. Yes, this is Arun. Interviewer: Good morning. Let's start. Can you briefly introduce yourself and tell me why you are interested in the position of junior marketing analyst? ഇതൊരു ഇന്റർവ്യൂ ആണ്, ടെലിഫോൺ ഇന്റർവ്യൂ. Candidate: Sure, I am Arun Thomas and I have recently graduated in management from Mahatma Gandhi University. I am interested in this position because I enjoy working with data and using it to make smart marketing decisions. Interviewer: That's good to hear. Have you worked on any projects or internships where you analyze data? എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ? Candidate: Yes. During my internship at Timeline Group, I studied sales trends and suggested changes to a campaign. This helped increase customer engagement by 10%. അതായത് ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുകയും ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു. Interviewer: Great. This role involves working in a team. How do you handle teamwork? Teamwork എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? Candidate: I enjoy teamwork and always make sure to communicate well. For example, in a group project at college, I coordinated tasks and made sure we met our deadlines. Deadlines ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു, ടീം വർക്ക് ഞാൻ ഉഗ്രനായിട്ട് ചെയ്യും. Interviewer: That's nice. One last question. How do you keep up with marketing trends? Marketing trends എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? Candidate: I follow marketing blogs, attend webinars, read about new strategies in digital marketing. അതായത് കാൻഡിഡേറ്റ് പറയുന്നത് വളരെ അപ് ടു ഡേറ്റ് ആണെന്നാണ്. Interviewer: Fantastic. Thank you, Arun. That's all for now. Do you have any questions for me? അത് എപ്പോഴും ഈ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യമാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും. നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? Candidate: Yes. Can you tell me what my daily tasks would be in this role? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? Interviewer: Of course, you will be analyzing data, working on reports, collaborating with the marketing team on campaigns. Candidate: Thank you for explaining. Interviewer: You're welcome. We'll soon get back to you. Have a great day. Candidate: You too. Thank you. ഇനി ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ. What is the main reason the candidate is interested in the position of the junior marketing analyst? To work with the marketing team, to manage customer engagement, to attend webinars, to make smart marketing decisions using data. Definitely to make smart marketing decisions using data. Easy. അടുത്തത്,
What did the candidate do during their internship at Timeline Group? Designed marketing campaigns, coordinated team meetings, managed customer feedback, analyzed sales trends and suggested changes in campaigns. Definitely analyze sales trends and suggested changes in campaigns. അടുത്തത്, how does the candidate approach teamwork? Prefers working alone, communicates through emails only, avoids group projects, focuses on coordinating tasks and meeting deadlines. Definitely focuses on coordinating tasks and meeting deadlines. How does the candidate stay updated on marketing trends? Watches TV commercials, reads daily newspaper, focuses on print media, follows marketing blogs, attends webinars and reads about digital strategies. Definitely follows marketing blogs, attends webinars and reads about digital strategies. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ഓഡിയോ ക്ലിപ്പിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മനസ്സിൽ റെഡിയാക്കി വെക്കണം, അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉറപ്പാണ്. അടുത്ത ഫോണറ്റിക്സ് ആണ് കോൺസണൻസ്. കോൺസണൻസിൻ്റെ ആദ്യത്തെ 8 എണ്ണമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ, ഫ, പിൻ, ഷെപ്പേർഡ്, കപ്പ്. പിൻ എന്ന് പറയുമ്പോൾ ബിഗിനിങ്ങിൽ, ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ മിഡിൽ, കപ്പ് എന്ന് പറയുമ്പോൾ എൻഡിൽ. അടുത്തത് ബ, ബുക്ക്, സ്റ്റേബിൾ, ജോബ്. ബുക്ക് ബിഗിനിങ്, സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നടുക്കാണ് വരുന്നത് ബ അക്ഷരം, എൻഡ് ജോബ്. അടുത്തത് ട, ടീ, ബട്ടർ, ഹോട്ട്. അടുത്തത് ഡ, ഡേ, ഹിഡൻ, ഡിലേഡ്. അടുത്തത് ക, കൈറ്റ്, അക്ക, ലുക്ക്. അടുത്തത് ഗ, ഗേറ്റ്, ബെഗ്ഗർ, എഗ്. അടുത്തത് ച, ചെസ്റ്റ്, കിച്ചൺ, വാച്ച്. അടുത്തത് ജ, ജംപ്, മേജർ, ഫ്രിഡ്ജ്. ബാക്കിയുള്ള ഫോണറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ കോൺസണൻസ് ആണ് ഏറ്റവും ഈസി. ബിക്കോസ് ആ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനത്തെ വേർഡ്സ് ആണ് ഉപയോഗിക്കേണ്ടത്, ഏതാണ് എക്സാമ്പിൾസ് ആയിട്ട് എഴുതേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പിടികിട്ടും. കൂടുതൽ എക്സാമ്പിൾസ്: പ, പേപ്പർ, ബ, ബീം, ಟ, ട്രൈബ്, ഡ, റീഡ്, ക, കപ്പ്, ഗ, റാഗ്, ച, ചീപ്പ് ആൻഡ് ജ, jealous. അടുത്തത് ഇതിൻ്റെ ഗ്രാമർ പാർട്ട്. ക്വസ്റ്റ്യൻ വേർഡ്സ്: ഹൂ, വിച്ച്, വെൻ, വാട്ട്, വൈ, വെയർ, ഹൗ ഫാർ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ഓഫൺ, ഹൗ ലോങ്. ഈ വാക്കുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ടാവും. ഡാഷ് is known as the father of modern economics. Who is known as? Dash can a company improve its brand image? How can a company? Dash accounting principle ensures consistency in financial records. Which accounting principle? Dash is a market research important for businesses. Why is market research important? Dash is the nearest retail store from your home. How far is the nearest retail store from your home? Dash do businesses prepare financial statements? How do businesses prepare financial statements? Dash does it take to register a business in your country? How long does it take to register a business? Dash types of financial statements are commonly used. What types of financial statements are commonly used? Dash capital is required to start a small business. How much capital is required? Dash was the goods and services tax implemented in India. When was the goods and services tax implemented? Dash is the headquarters of the World Trade Organization located. Where is the headquarters of the World Trade Organization? Dash is the primary objective of a business. What is the primary objective of a business? So, ഇവിടെ ഈ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. Who, which, when, what, why, where, how far, how many, how much, how often, how long. മാറി മാറി ഏതാണ് കറക്റ്റ് നോക്കി വെച്ച് നോക്കി കോണ്ടെക്സ്റ്റ് കറക്റ്റ് ആണോ നോക്കി ഈ ചോദ്യങ്ങൾക്കുള്ള ഈ ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ ഫിൽ ചെയ്യണം. റെസൊണൻസിലെ സാം ഓഫ് ലൈഫിൻ്റെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.